ഇനി നമ്മളൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ പെറ്റ നാട്, ഈ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഹിന്ദു സംഘടനകളിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും വലിയ സംശയം വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ അവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വം, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടു ബംഗാളിൽ അധികാരം പിടിച്ച സുവേന്ദു അധികാരി, അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അത് നമ്മൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട വലിയ കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ നരേന്ദ്രമോദിജിയുടെ എല്ലാവർക്കും വേണ്ടിയുള്ള വികസനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വലിയ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് എത്രയോ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ എന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം വന്നില്ല, എന്നെ ഇവിടുത്തെ ജനങ്ങൾ അധികാരത്തിലേറ്റിയില്ല. പക്ഷേ ഇക്കഴിഞ്ഞ 5 വർഷം ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചു, ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളും. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണുമെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞ സമയത്ത് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. 15 വർഷം ആ നാട് അടക്കി ഭരിച്ച മമതാ ബാനർജി എന്ന് പറയുന്ന ആ സ്ത്രീ, ദുഷ്ടയായ ആ സ്ത്രീ മാത്രമാണോ? ആ ദുഷ്ടയായ സ്ത്രീയുടെ മേൽവിലാസത്തിൽ അഴിഞ്ഞടിയ ഇസ്ലാമിക ജിഹാദികൾ അത്തരത്തിൽ ഹിന്ദുക്കളുടെ മേൽ നടത്തിയ നരനായാട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ജീവനോടെ കത്തിക്കുന്നതും ജീവനോടെ കുഴിച്ചു മൂടുന്നതുമൊക്കെ ഐസിസ് പോലുള്ള കൊടും തീവ്രവാദി മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക സംഘടനകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമാണോ? അല്ല. നമ്മുടെ കേരളത്തിൽ 1921 എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ എടുത്തു കഴിഞ്ഞാൽ, വേണ്ട കാശ്മീരിലെ കാശ്മീർ പണ്ഡിറ്റുകളെ 1990കളിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദുക്കളുടെ മേൽ നടത്തിയ ആ കിരാതമായിട്ടുള്ള നായാട്ടുണ്ടല്ലോ, ആ നായാട്ടിന് എല്ലാ വളവും വെള്ളവും നൽകിയ മമതയെ ആ ഒരു 5 വർഷം കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട്, 5 വർഷത്തിന് മികച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനം, തുടർച്ചയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഹിന്ദുക്കൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹം അതിനുള്ള ആദ്യത്തെ വെടി പൊട്ടിച്ചുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറഞ്ഞു: ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾ വോട്ട് കുത്തിയത് മമതയ്ക്കായിരുന്നു, അതുകൊണ്ട് മമതയ്ക്ക് വേണ്ടി വോട്ട് കുത്തിയ മുസ്ലിങ്ങൾ ഈ നാട്ടിൽ നടത്തിയുള്ള കലാപങ്ങൾ, ആ വളരെ വലിയ നരനായാട്ട്, ഹിന്ദു നായാട്ട്, ആ നായാട്ടിനെതിരെ ഞാൻ ഭരിക്കും, എന്റെ ഹിന്ദു ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഭരിക്കുമെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ലാഞ്ചന പോലും മടിയുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഹിന്ദുവിനെ എന്നും വോട്ട് ചെയ്യാനുള്ള ഇരകളാക്കി മാത്രം മാറ്റിയിട്ടുള്ള, ഇവിടെ ഇന്ന് ഭരിക്കുന്ന കോൺഗ്രസ് ആയാലും, ഇന്നലെകളിൽ ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയാലും, ഇന്ന് ഇവിടെ 3 സീറ്റ് നേടിയുള്ള BJP ആയാലും, ഏതൊരു രാഷ്ട്രീയ സംഘടനയാണെങ്കിലും അവരെല്ലാം ഹിന്ദുവിനെ വോട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളാക്കി മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുവിനെ ആരാണ് രക്ഷ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സംസാരത്തിലല്ല, ഇനി പ്രവൃത്തിയിലാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ശനിയാഴ്ച പാലക്കാട് ജില്ലയിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, AHP എന്ന് പറയുന്ന സംഘടന കേട്ടിട്ടുണ്ട്. അതിന്റെ നേതാവായിട്ടുള്ള, നാഷണൽ ലീഡർ ആയിട്ടുള്ള പ്രവീൺ തൊഗാഡിയ എന്ന് പറയുന്ന ഭായ് തൊഗാഡിയജിയെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയായിട്ടുള്ള അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെ കൃത്യമായും തീവ്രമായിട്ടുള്ള സജീവമായിട്ടുള്ള ഹിന്ദുത്വ പ്രവർത്തനങ്ങൾ മാത്രം, വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ രംഗത്തിറങ്ങിയത് നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചാനലിലൂടെ എത്രയോ പോസ്റ്റുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എത്രയോ വാർത്തകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഒരുപാട് ഹിന്ദു സംഘടനകൾ ഉള്ള കൂട്ടത്തിൽ വീണ്ടും എന്തിനാണ് ഒരു ഹിന്ദു സംഘടന എന്ന് ചോദിക്കുമ്പോൾ അവിടെ വലിയ ഉത്തരം തരാനുണ്ട്. ഏത് ഹിന്ദു സംഘടനയാണ് ഫേസ്ബുക്ക് തള്ളുകളിലൂടെ മാത്രമല്ലാതെ ഈ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്? വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വം, ഹിന്ദുത്വ സംഘടന ഏതാണുള്ളത് എന്ന് ചോദിക്കുന്നിടത്താണ് വലിയ ഉത്തരം തന്നെ തരാനുണ്ട്. അതവിടെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന AHP എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ഹിന്ദു സംഘടന ഇവിടെ സജീവമായി വളർന്നു വരേണ്ടതുണ്ട്. അത് മറ്റു ഹിന്ദു സംഘടനകളെ തോൽപ്പിക്കാനോ അതല്ലെങ്കിൽ കുറ്റം പറയാനോ അതിനെ കടത്തിവെട്ടാനോ ഒന്നുമല്ല. ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി വെള്ളം ചേർക്കാത്ത പച്ചയ്ക്കുള്ള നിലപാടുകളുമായി രംഗത്തുള്ള അത്തരം സംഘടനകളെ വേണം ഇനി ഹിന്ദു പിന്തുണയ്ക്കാൻ. ഏതൊരു ഹിന്ദുവിന്റെ സംഘടന വളർന്നു വന്നാലും അതിന്റെ പ്രായോജകർ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്കത് BJPയിലേക്ക് എത്തിക്കാം, അതല്ലെങ്കിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാരിലേക്കും എത്തിക്കാം. പക്ഷേ തീവ്ര ഹിന്ദുത്വത്തെ സ്നേഹിക്കുന്ന, തീവ്ര ഹിന്ദുത്വം ഈ
നാട്ടിൽ ഇനി വേണം. ഇവിടെ മതേതരത്വം എന്ന് വാഴ്ത്തുന്ന ഇസ്ലാമുകൾ എന്ത് പറഞ്ഞാലും, മുസ്ലിങ്ങൾ എന്ത് പറഞ്ഞാലും, മുസ്ലിം സംഘടനകൾ എന്ത് പറഞ്ഞാലും അതിനെ മതേതരത്വമായി വാഴ്ത്തുക. ഇവിടെ ഹിന്ദു എന്തെങ്കിലും അവന് ഗതികെട്ടുകൊണ്ട് സംസാരിച്ചാൽ, പ്രതികരിച്ചാൽ അതിനെ വർഗീയതയാക്കി മാറ്റുക എന്നാണ്. ആ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. ഇവിടുത്തെ ഹിന്ദുവിനെ ഒരു മൂന്നാംകിട ആ ഒരു മതസ്ഥനായിക്കൊണ്ട് എല്ലാവരുടെയും അടിമയായി മാറ്റിക്കൊണ്ട്, എന്നാൽ വോട്ട് ചെയ്യുന്ന സമയത്ത് വെളുക്ക ചിരിച്ചു വരുന്ന വെളുത്തൊടുപ്പിട്ട രാഷ്ട്രീയക്കാർക്ക് അടിപ്പെടുന്ന ഹിന്ദു. ആ ഹിന്ദുവിനെ കൃത്യമായിട്ടും തലയിൽ വെള്ളിയും വെളിച്ചവും പകർന്നു കൊടുത്തുകൊണ്ട് അവനെ ഏകീകരിക്കാൻ വേണ്ടി ബംഗാൾ പോലെയുള്ള ആ സ്ഥലത്ത് നടത്തിയിട്ടുള്ള ആ കോർപ്പറേഷൻ ഉണ്ടല്ലോ, ആ സഹകരണം ഉണ്ടല്ലോ, ആ കോർഡിനേഷൻ ഉണ്ടല്ലോ, ആ കോർഡിനേഷൻ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദു ഗ്രാമങ്ങളെ സൃഷ്ടിക്കുക, എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദു ഗ്രാമങ്ങളിലൂടെ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കുക എന്ന വലിയ ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്ത ഒരു സംഘടനയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്. പ്രവീൺ തൊഗാഡിയ ഭായ് നമ്മുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഘടന. ആ സംഘടനയുടെ പാലക്കാട് ജില്ലയിലുള്ള ജില്ലാ സംഗമം, ഹിന്ദു സംഗമം ഈ വരുന്ന 2 ദിവസം കൂടിയുള്ളൂ, 23-ാം തീയതി പാലക്കാട് വെച്ച് നടക്കുകയാണ്. അതിൽ എല്ലാ ഹിന്ദുക്കളും തീവ്ര ഹിന്ദുത്വം, ഞാൻ വീണ്ടും പറയുന്നു, തീവ്ര ഹിന്ദുത്വം ലക്ഷ്യമാക്കി ഇവിടെ ഹിന്ദുത്വത്തിൽ വെള്ളം ചേർക്കാത്ത ഹിന്ദു സംഘടന എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട്, മനസ്സിലിട്ടുകൊണ്ട്, ഇനിയും ഹിന്ദുവിന് വേണ്ടി ഇവിടുത്തെ സംഘടനകൾ എന്തൊക്കെ ചെയ്തു എന്ന ചോദ്യത്തോടുകൂടി ഇനിയും ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന ചോദ്യം തേടി നടക്കുന്ന, അതിന് ഉത്തരം തേടി നടക്കുന്ന ആളുകൾക്കുള്ള വലിയ ഹിന്ദു സംഗമമാണ് നടക്കുന്നത്. ആ സംഗമത്തിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ തമ്പനയിൽ, അതിന്റെ കവർ പിക്ചറിലും നമ്മുടെ ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ നമ്പർ, വിശദ വിവരങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോയുടെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. വിളിക്കുക ആ 9400860004 എന്നുള്ള ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് പാലക്കാട് നടക്കുന്ന ഈ ഹിന്ദു സംഗമത്തിൽ പങ്കെടുക്കുക പാലക്കാട് ജില്ലക്കാരെ. ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കണക്കിന് 1000 ഹിന്ദുക്കളാണ് AHPക്ക് കീഴിൽ അണിനിരക്കുന്നത് എന്ന വലിയ സന്തോഷം നിങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കേണ്ടതുണ്ട്. ആളുകൾ അന്വേഷിക്കുകയാണ്, വെള്ളം ചേർക്കാത്ത, ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്ന, ഹിന്ദുവിനെ രാപ്പകലില്ലാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ട് ഹിന്ദുവിന് വേണ്ടി ആ നിലപാടെടുക്കുന്ന ഹിന്ദു സംഘടന ഏത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് AHP എന്ന് പറയുന്ന സംഘടന, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന. പ്രവീൺ ഭായ് തൊഗാഡിയ ജി എന്ന് പറയുന്ന ആ നേതാവിന് കീഴിൽ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, തീവ്രമായിട്ടുള്ള ആശയങ്ങൾ അത് നടപ്പിൽ വരുത്തിക്കൊണ്ട് ഓരോ ഹിന്ദു ഗ്രാമങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ ഹിന്ദുവിനെയും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഓരോ ഹിന്ദുവിനെയും പോരാളിയാക്കി മാറ്റിക്കൊണ്ട്, ഹിന്ദുവെ നീ അടിമയല്ല, വോട്ട് കുത്താനുള്ള യന്ത്രമല്ല, ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഉയർത്തി കൊണ്ടുവന്ന് അണികളാക്കാൻ വേണ്ടിയല്ല, നേതാക്കളാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് അത്ര കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിലെ പാലക്കാട് ജില്ലയിലുള്ള ഹിന്ദു സംഗമമാണ് നടക്കുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കുക. ഈ വീഡിയോയുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ തന്നെ നമ്മൾക്ക് ആ നമ്പർ, ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുക. ഓരോ പാലക്കാട് ജില്ലക്കാരനും മറ്റു ജില്ലക്കാരായാലും വിളിക്കുക. ഇത് പാലക്കാട് ജില്ലയിലാണ് 23-ാം തീയതി നടക്കുന്നത്. 24-ാം തീയതി നടക്കുന്നത് എറണാകുളത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ജില്ലകളും, ഇത് പാലക്കാടോ എറണാകുളം നോക്കി നിൽക്കേണ്ട, നിങ്ങളുടെ ജില്ലയിൽ എന്നാണ് നടത്താൻ പറ്റുക എന്ന് ഇതേ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ആ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ വീണ്ടും പറയാം, 9400860004 എന്ന് പറയുന്ന നമ്പർ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ കവർ പിക്ചറിൽ, തമ്പനയിലിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുക, എന്നിട്ട് സംസാരിക്കുക, നിങ്ങളുടെ സംശയ നിവാരണം നടത്തുക. വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വത്തിന് വേണ്ടി ഇനിയെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങുക, കണ്ണും പൂട്ടി ഇറങ്ങുക. ഇവിടെ 100 കണക്കിന് ഹിന്ദു സംഘടനകളുടെ പേരുകൾ നമ്മൾക്ക് നിരത്താൻ പറ്റും. പക്ഷേ ഈ ഹിന്ദു സംഘടനകളൊക്കെ ഇതുവരെ ഇത്രയും 100, 150, 200, 300, 400, 500 വർഷമായിക്കോട്ടെ എന്തിവിടെ ഹിന്ദുവിന് വേണ്ടി പ്രധാനം ചെയ്തു? ഈ കേരളത്തിലെ ഹിന്ദു ഇന്നും അടിമയായി ജീവിക്കാൻ ആരാണ് കാരണമായിട്ടുള്ളത്? ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ സ്വയം കണ്ടെത്തുക. അവിടെയാണ് AHP എന്ന് പറയുന്ന അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രാധാന്യം. ആ പ്രാധാന്യം നേരിട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു സംഘടനയിലും വർക്ക് ചെയ്യാതെ പ്രവർത്തിക്കാതിരുന്ന് ഈ സംഘടനയെ തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് ഇനിയും സംശയിച്ച് നിൽക്കേണ്ട. നമുക്ക് മറ്റൊരാളോട് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഇവിടെ ഹിന്ദുവാണ് ഞാൻ, പച്ചയ്ക്ക് ഹിന്ദുവാടാ, ഞാൻ ഹിന്ദുവാടാ, ആർക്കാടാ ചോദിക്കാനുള്ളത്? അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന് ധൈര്യത്തോടെ പറയാൻ നെറ്റിയിൽ കുറി തൊട്ടുകൊണ്ട് കാവി വസ്ത്രമണിഞ്ഞ്
നടക്കാൻ, കാവി മുണ്ടൊടുക്കാൻ, കയ്യിൽ ചരട് കെട്ടി നടക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇവിടെ ഹനിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് കൃത്യമായിട്ടും നമ്മൾ ധൈര്യസമേതം പറയാൻ പറ്റും, അതേടാ ഞാൻ ഹിന്ദുവാടാ, അതേടാ ഞാൻ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനാടാ, അതാടാ എന്റെ ദേശീയ നേതാവ് പ്രവീൺ ഭായ് തൊഗാഡി ആണടാ എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ആണത്തത്തോടെ നട്ടല്ലോടെ ജീവിക്കുകയാണെങ്കിൽ ഒരു നിമിഷമെങ്കിലും സിംഹക്കുട്ടിയായിട്ട് പുലിക്കുട്ടിയായിട്ട് ജീവിക്കാൻ തയ്യാറെടുക്കുക. അപ്പോൾ പാലക്കാടുകാരെ, നിങ്ങളുടെ നാട്ടിൽ 23-ാം തീയതി നടക്കുന്നു. എറണാകുളംകാരെ, നിങ്ങളുടെ നാട്ടിൽ 24-ാം തീയതി നടക്കുന്നു. ഞാനും സജീവമായി തന്നെ എല്ലാ ജില്ലകളിലും ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, വാർത്തകളും വീഡിയോകളും കുറവായിരിക്കും. നോക്കൂ, ചാനൽ AC റൂമുകളിൽ ഇരുന്നു കൊണ്ട് വാ തോരാതെ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു തീ ഇങ്ങനെ കത്തിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ കത്തിക്കുന്ന ആളുകളോടൊപ്പം അതല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പിന്നിലായും മുന്നിലായും കൃത്യമായിട്ടും നേതാക്കളായിക്കൊണ്ടല്ല, അണികളായിക്കൊണ്ടും എല്ലാവരും നേതാക്കന്മാരായിക്കൊണ്ട് തന്നെ വളർന്നു വന്ന് വരാനിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു സംഘടനകൾ അവരെല്ലാം ചെയ്തോളുമെന്നും പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിൽ പല പല കാര്യങ്ങൾ ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. അതിന് വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് ദാ പറയുന്നു, പാലക്കാട് 23-ന് നടക്കുന്നു, എറണാകുളത്ത് 24-ാം തീയതി നടക്കുന്നു ഹിന്ദു സംഗമങ്ങൾ. ആ സംഗമങ്ങളിൽ പങ്കെടുക്കുക. അതിൽ വിളിക്കാനുള്ള നമ്പർ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ കവർ പിക്ചർ തമ്പനയിലിൽ അത് കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ ടൈറ്റിലിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വിളിക്കുക. നിങ്ങളുടെ സംശയമെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഘടന എന്ന ആ ഉത്തരമാണ് ഈ അയച്ചിട്ട് തരുന്നത് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നൽകുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ പാലക്കാടുകാരെ, ഈ വരുന്ന 23-ാം തീയതി നമ്മൾക്ക് അവിടെ വെച്ച് കാണാം. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക. എറണാകുളംകാരെ നമ്മൾക്ക് 24-ാം തീയതി കാണാം. മറ്റു ജില്ലക്കാരെ അതാത് ജില്ലകളിൽ ഓരോ വാർത്തകളെ ആയിട്ട് തന്നെ നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യും, ഓരോ ജില്ലകളിൽ നടക്കുന്നത്. ഇപ്പോൾ മലപ്പുറമായാലും കണ്ണൂരായാലും ഈ പറയുന്ന ഒരുപാട് ജില്ലകൾ പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന ജില്ലകളാണ്. കാരണം അവിടേക്ക് എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഹിന്ദു സംഘടന, വേരോട്ടമുള്ള ഹിന്ദു സംഘടനയായി മാറാൻ AHPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ എന്ന് പറയേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിലാണ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ആഴത്തിൽ ഹിന്ദുക്കളിലേക്ക് നമ്മുടെ ഹിന്ദു സംഘടന എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, പാലക്കാടുകാരെ 23-ാം തീയതി പങ്കെടുക്കുക. എന്താണ് അതിനിപ്പോ എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കുക. വിളിച്ച് സംശയ നിവാരണം നടത്തി പങ്കെടുക്കുക. എറണാകുളംകാരോടും ഇത് തന്നെ പറയാനുള്ളൂ. മറ്റു ജില്ലക്കാരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജില്ലയിലൊക്കെ ഇത് സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ അണിചേരുക, ശക്തരാവുക. പിന്നെയോ അടിമത്തം വിട്ടുകൊണ്ട് ഹിന്ദുത്വത്തിന് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി അണിയായി അല്ല നേതാവായി മുന്നോട്ട് വന്നുകൊണ്ട് നേതൃത്വം നൽകാൻ രംഗത്ത് വരിക. അല്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ് ഹിന്ദുവേ എന്ന് ഇതിലും അധികം പറയാനില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.